സമൃദ്ധിയുടെ പുണ്യപ്രതീക്ഷയാണ് നമുക്കിന്ന് ഈ വിഷുദിനത്തിൽ. കൈനീട്ടവും വിഷുക്കടിയും പടക്കങ്ങളും സദ്യവട്ടവുമായി നന്മയുടെ സുദിനത്തെ വരവേൽക്കുകയാണ് നാടും നഗരവുമെല്ലാം. വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് മേടം പിറക്കുന്ന പൊന്നിൻ വിഷു. ജ്യോതിഷപ്രകാരം ഇത് പുതുവത്സരമായും ഗണിക്കാം. വസന്തകാലത്തിന്റെ കണിക്കുന്ന പൂവുകൾ ചൂടി കണിവെള്ളരിയുടെ കാർഷിക സമൃദ്ധിയും അടയാളപ്പെടുത്തിയാണ് മലയാള നാട്ടിലെ വിഷു. ഏറെ പ്രധാനം പുലർച്ചെയുള്ള വിഷുക്കണി തന്നെ. തെളിഞ്ഞ നിലവിളക്കിന്റെ ദീപപ്രഭയിൽ കണ്ണു തുറന്ന് കണ്ണനെ കണ്ടാൽ ആദ്യ കണി. ഓട്ടുരുളിയിൽ നിറഞ്ഞിരിക്കുന്ന അരിയും നെല്ലും പുതുമുണ്ടും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയുമൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. പൊന്നുപോലെ വിഷുഫലം അടുത്ത ഒരു കൊല്ലക്കാലം വിളങ്ങി നിൽക്കുമെന്നാണ് വിശ്വാസം. മുതിർന്നവരിൽ നിന്ന് കൈനീട്ടമായി ലഭിക്കുന്ന നാണയത്തുട്ടുകളും ഐശ്വര്യ തുടക്കം തന്നെ. വരും വർഷം മുഴുവൻ നന്മ നിറയട്ടെ എന്ന പ്രാർത്ഥനയാണ് കൈനീട്ടം. വിഭവസമൃദ്ധമായ വിഷുസദ്യയും ഏറെ വിശേഷമാണ്. ശ്രീകൃഷ്ണൻ നരകാസുരവധം നടത്തിയ ദിനമാണ് വിഷുവായി കൊണ്ടാടുന്നത് എന്നാണ് ഐതിഹ്യങ്ങളിൽ പ്രധാനം. കവി NN കക്കാടിന്റെ വരികളാണ് ഈ വിഷുദിനത്തിലും ഓർമ്മ വരിക. കാലമിനിയും ഉരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും കായ് വരും. എല്ലാ മലയാളികൾക്കും ജനം TV കുടുംബത്തിന്റെ വിഷുദിനാശംസകൾ. ന്യൂസ് ഡെസ്ക് ജനം.